ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ ചെക്കിങ് ചെയ്ത് കേട്ടോ റൂമിലേക്ക്. ഞങ്ങൾ കോവിലിൻ്റെ ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള നേരെ കാണുന്ന ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരി കുട്ടികളും സുന്ദരി കുട്ടപ്പനുമായിട്ട് കോവിലിൽ വരുവാണ്, ദേവിയെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്കൊന്ന് സീസണാണ്, പിന്നെ വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പം എപ്പോഴും ഇവിടെ വരുമ്പോൾ കൂടുതലും മലയാളീസിനെയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഒരുപാട് നേരം നിന്ന് നമ്മളങ്ങനെ മുഷിഞ്ഞില്ല, പെട്ടെന്ന് ക്യൂ പോയി, നല്ല ദർശനം കിട്ടി. പിന്നെ കുറച്ച് നേരം സരസ്വതി മണ്ഡപത്തിലിരുന്നു. അങ്ങനെ തമ്പുരുക്കുട്ടി അവിടെയൊക്കെ കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു, ഓടി നടന്നിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിൽ. പിന്നെ നമ്മൾ ദേവീനെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എഴുന്നള്ളത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമുക്ക് അതൊക്കെ കാണാനൊരു ഭാഗ്യം കിട്ടുന്നുണ്ട്, ദേവി സഹായിച്ച്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിവിടെ മഹാലക്ഷ്മിയിലാണ് സ്ഥിരം വരാറ് കേട്ടോ കഴിക്കാൻ. അത് കഴിഞ്ഞ് പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും നല്ല ഉഷാറായിട്ട് നിന്ന് ഒരുങ്ങുവാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു. ദേവി സഹായിച്ച് നമുക്ക് എല്ലാ കൊല്ലവും നമുക്കിവിടെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സരസ്വതി മണ്ഡപത്തിലും പെർഫോം ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.